ഒരു ഓഡിറ്റ് കമ്മിറ്റി പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ദർ വാസ് സം സീരിയസ് ഫ്ലോ, മേ ബി ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ഗോയിങ് കൺസേൺ എഫക്റ്റ് ചെയ്യുന്ന ഫ്ലോസ് ഉണ്ട്. നിഖിൽ ഇങ്ങനെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള നിഖിൽ ഗ്ലാമറസ് ആണല്ലോ, അപ്പോൾ ഈ ഫീൽഡ് ഗ്ലാമറസ് ആവാത്തതിനുള്ള കാരണം എന്താണെന്ന് പറയാം. നിഖിലാണോ വീട്ടിലെ ആദ്യത്തെ CA? അല്ല, അച്ഛൻ CA ആണ്. ഫാമിലി വൈസ് നോക്കിയാൽ അച്ഛൻ CA ആണ്, ഞാൻ എൻ്റെ ബ്രദർ CA ആണ്, വൈഫും CA ആണ്. ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രയും വലിയ ഡിസിഷൻസ് എടുക്കുന്നത് 90% ബോർഡും ഫിനാൻസും ലീഗലും കൊണ്ട് ചുരുങ്ങുകയാണ്. ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ജോബ് ഇൻ ദ പ്രൊഫഷൻ. ഡെബിറ്റാണോ ക്രെഡിറ്റ്? ക്രെഡിറ്റ്. ഐ എക്സ്പെക്ട് ദ ബോർഡ് ടു സേ വെൽ ഡൺ, ജോബ് ഡൺ, വെരി ഗുഡ് എന്നൊരു അപ്രീസിയേഷൻ പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ട് ഇൻസ്റ്റൻസ്. അതൊരു ഭയങ്കര ഫീലിംഗ്. അവർക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയ ഒരു ഇൻസ്റ്റൻസ് എനിക്ക് അപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആക്ടിവിറ്റീസിനോട് നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇനിഷ്യൽ ടൈം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ KP നാരായണൻ. കോഫി CAയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി തിരുവനന്തപുരത്ത് നിന്നുമുള്ള CA നിഖിൽ കുമാറാണ്. ഇൻറ്റേർണൽ ഓഡിറ്റ്, പ്രോസസ് കൺട്രോൾ എന്നീ മേഖലകളിൽ വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ളതും ഒരു 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതും അതുപോലെ തന്നെ ഒരു 40 കൊല്ലത്തെ പാരമ്പര്യവും ഉള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഇന്നത്തെ നമ്മുടെ അതിഥി CA നിഖിൽ കുമാർ. ഇദ്ദേഹത്തിന് ഈ 3 മേഖലകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം നിഖിൽ കുമാർ. നമസ്കാരം സർ. ഞാൻ ആദ്യമായിട്ട് കോഫി വിത്ത് CAയിലേക്ക് നിഖിൽ കുമാറിനെ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. താങ്ക് യു. എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് തിരുവനന്തപുരം. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഈ കോഫി വിത്ത് CA ഷൂട്ടിലേക്ക്, മലയാളം എപ്പിസോഡിലേക്ക് വരുന്ന രണ്ടാമത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് നിഖിൽ കുമാർ. ഇപ്പോൾ നിഖിൽ കുമാറിൻ്റെ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, പ്രോസസ് ആൻഡ് കൺട്രോൾ, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ 3 ഫീൽഡും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഇത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഫീൽഡല്ല. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ തന്നെയുള്ള മറ്റേ ഫീൽഡുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ഈ ഫീൽഡ് ഏരിയ അല്ല ഇത്. അപ്പോൾ ഈ നിഖിൽ ഇങ്ങനെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള നിഖിൽ ഗ്ലാമറസ് ആണല്ലോ, അപ്പോൾ ഈ ഫീൽഡ് ഗ്ലാമറസ് ആവാത്തതിനുള്ള കാരണം എന്താണെന്ന് പറയാം. ഇന്റേണൽ ഓഡിറ്റ് ഗ്ലാമറസ് അല്ല എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല പേഴ്സണലി. എൻ്റെ കാഴ്ചപ്പാട് എൻറ്റയർലി, ഞാൻ പരക്കെയുള്ള അഭിപ്രായമാണ്. അല്ല, എൻ്റെ കാഴ്ചപ്പാട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ലെങ്കിൽ ടാക്സ് ഓഡിറ്റ് ആണ്. അത് നിർബന്ധമായിട്ട് മാൻഡേറ്ററിലി നമ്മൾ ചെയ്യുന്ന ലോ പ്രകാരം ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ബിസിനസ്സിന്, ഒരു എൻറ്റിറ്റിക്ക് ഒരു വാല്യൂ അഡീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അത് ഓഡിറ്റിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റ് ലിമ്പിന് മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഒരു ബിസിനസ്സിന് അത് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ പ്രോസസ്സ് എങ്ങനെ ഓൾട്ടർ ചെയ്യണം, എഫിഷ്യൻ്റ് ആക്കണം, ആ ലൂപ്പ് ഹോൾസ് എന്താണ്, ഗ്യാപ്പ് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു മാനേജ്മെൻറ്റിന് തോളോട് തോൾ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിറ്റിൻ്റെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റാണ്. വിച്ച് ഐ ബിലീവ് അതാണ് ദ ബെസ്റ്റ് എന്ന്. കാരണം എന്നാൽ മാത്രമേ എനിക്കും നമുക്കും ബിസിനസ്സിനും ഇക്കോണമി എൻ്റയർലി ആ ഹോൾ എക്കോ സിസ്റ്റത്തിന് വളരാൻ എന്തുകൊണ്ടും നല്ലത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതും ഇൻറ്റേർണൽ ഓഡിറ്റ് തന്നെയാണ്. കറക്റ്റ്. പക്ഷേ ഞാൻ വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിസിനസ് പെർഫോം ചെയ്യുന്നില്ല, ശരിയായിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ആ ബിസിനസ് വീണു പോകുന്നു. അപ്പോൾ ഇങ്ങനത്തേക്ക് സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതിനൊരു റൂട്ട് കോസ് അനാലിസിസ് ചെയ്യും. അപ്പോൾ ഈ റൂട്ട് കോസ് അനാലിസിസ് ചെയ്യുമ്പോൾ ഇതിൽ ഇൻറ്റേർണൽ ഓഡിറ്റും പ്രോസസ്സും കൺട്രോളും ഒക്കെ ഒരു മേജർ പാർട്ടായിട്ട് വരുമോ? ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെയൊക്കെ ഈ ബിസിനസ് വീണാലും അത് ഇതിൻ്റെ ഫോൾട്ട് കൊണ്ടാണ് എന്നുള്ളത് ആരും പറയുന്നതും അങ്ങനെ പരക്കെ കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഡിറ്റ് വിങ്ങിനകത്ത് സ്റ്റാറ്റ് ഓഡിറ്റ് ആവട്ടെ, ടാക്സ് ഓഡിറ്റ് ആവട്ടെ, അതെല്ലാം മേ ബി വി ക്യാൻ ടേം ഇറ്റ് ആസ് പോസ്റ്റ്മോർട്ടം അനാലിസിസ്. അതായത് ഒരു ടെന്യൂർ കഴിഞ്ഞിട്ട് അതിനുശേഷം ചെയ്യുന്ന ഇതാണ് സ്റ്റാറ്റ് ഓഡിറ്റ് ആവട്ടെ, ടാക്സ് ഓഡിറ്റ് ആവട്ടെ. പക്ഷേ ഇൻറ്റേർണൽ ഓഡിറ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ് റണ്ണ് ചെയ്യുന്ന ടൈമിൽ കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ നിന്ന് വർക്ക് ചെയ്താൽ ആ ബിസിനസ് മാനേജ്മെൻറ്റ്, ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ വീണ് പോകത്തില്ല. ഒത്തിരി സഹായം പല ആംഗിൾ, കാരണം ഒരു മാനേജ്മെൻറ്റ്, ഒരു ലേമാൻ ചിന്തിക്കുന്ന ആംഗിളിലായിരിക്കില്ല ഒരു ഓഡിറ്റർ ചിന്തിക്കുന്നത്, ഒരു കൺസൾട്ടൻറ്റ് ചിന്തിക്കുന്നത്.
അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു ഫെയിലുവർ കോസ് വരാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. നമുക്ക് എപ്പോഴും അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാനും പറ്റും. സ്ലോ ആയിരിക്കും ബട്ട് സ്റ്റഡി ആയിരിക്കും, അത് ഡെഫിനറ്റാണ്. നമ്മൾ കൂടെ നിന്ന് അവർക്ക് എന്താണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് കൊടുക്കുക. ഞാൻ പറയുന്നത് പോലെ അക്കൗണ്ടിങ് മാത്രമല്ല, അതിനകത്തൊരു കൺസൾട്ടിങ് ആംഗിളുണ്ട്, ഒരു മാനേജ്മെൻറ്റ് ആംഗിളുണ്ട്. ആ ആംഗിൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റിൽ മാത്രമാണ്. മേ ബി മാത്രമാണെന്നല്ല, കൂടുതൽ ഇൻറ്റേർണൽ ഓഡിറ്റിലായിരിക്കും. കാരണം സ്റ്റാറ്റ്യൂട്ടറി ആംഗിൾ മാത്രമല്ല, ഓപ്പറേഷൻ സൈഡ്, ചിലപ്പോൾ ഓപ്പറേഷൻസ് കാരണമായിരിക്കാം വീഴുന്നത്. പണ്ടത്തെ പോലെയല്ല, ലാൻഡ്സ്കേപ്പ് ഹാസ് ഇവോൾവ്. കംപ്ലയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബ്രേക്ക് മൈ ബിസിനസ് എൻറ്റയർലി. അതും ഇൻറ്റേർണൽ ഓഡിറ്റിൽ കവേർഡ് ആണ്. മേ ബി ഒരു സ്റ്റാറ്റ് ഓഡിറ്റർ കൊടുക്കുന്നതിനേക്കാളും ഒരു പടിയെങ്കിലും കൂടുതൽ കൂടെ നിന്നാൽ ഇൻറ്റേർണൽ ഓഡിറ്റിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, ഇപ്പോൾ നിഖിൽ കുമാർ ആസ് എ CA പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പക്ഷേ ഇതേ ഇമ്പോർട്ടൻസ് ഈ ക്ലയൻറ്റിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? അവർക്ക് ഇപ്പോൾ ഇന്നും പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത്, ഈവൻ എസ്പെഷ്യലി സ്മോളർ ബിസിനസ്സൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കും, എൻ്റെ ടാക്സ് ഫയലിംഗ് ചെയ്യും, ആനുവൽ റിട്ടേൺസ് ഉണ്ടാക്കും. ഇതാണ് അവരുടെ ഇപ്പോഴത്തെയും ധാരണ. പക്ഷേ ഇതിലെല്ലാം ഉപരി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പ്രോസസ് കൺട്രോൾ, മോസ്റ്റ്ലി അക്കൗണ്ടൻസി എന്നുള്ളത് വിട്ടിട്ട് കൺസൾട്ടൻസി എന്നുള്ള ആംഗിളിൽ നമ്മൾ തിങ്ക് ചെയ്യണം. പക്ഷേ പല കസ്റ്റമേഴ്സ് അതങ്ങനെ തിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് കസ്റ്റമർ നിഖിലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? സാർ, ഇതിനകത്ത് ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലയൻറ്റെയിൽ ഉണ്ട്. ആ ക്ലയൻറ്റെയിൽ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ബിസിനസ് ചെയ്ത് വന്ന ആൾക്കാരുണ്ട്. വേറൊരു സ്റ്റാർട്ടപ്സ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു രീതിയിലായിരിക്കാം അവരും അനലൈസ് ചെയ്യുന്നത്. ഇവരെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ, മേ ബി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന നമ്മുടെ തിങ്കിങ് ലാംഗ്വേജിനകത്ത് കുറേ ജാർഗൺസ് ഉണ്ടാവും. മേ ബി ലിക്വിഡിറ്റി, ലിവറേജ് എന്നൊക്കെ. അതൊന്നും ഇവർക്ക് മനസ്സിലാവത്തില്ല. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്, എനിക്ക് പ്രോഫിറ്റ് മേ ബി 100 crore ടേൺ ഓവർ കമ്പനിക്കാണെങ്കിൽ എനിക്ക് 20 crore പ്രോഫിറ്റേ ഉള്ളൂ, പക്ഷേ എൻ്റെ ബാങ്ക് ബാലൻസ് 2 കോടിയേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് മേ ബി 6 crore rupees അടയ്ക്കാൻ പറയുന്നത്? ഒരുപാട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഏരിയാസ് അവർക്കുണ്ട്. അപ്പം ഇത് ഒരു സൈഡ് ഓഫ് സ്റ്റോറി മാത്രമാണ് ഞാൻ പറയുന്നത്. വേറെ സൈഡ് ഓഫ് സ്റ്റോറി, ഓൾഡ് ക്ലയൻസ് ഉണ്ടെങ്കിൽ അവരുടെ കോൺസെപ്റ്റിനകത്ത് ഓഡിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആസ്പെക്റ്റ് മാത്രമാണ്. നമ്മൾ എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, പ്രോഫിറ്റബിളി അനലൈസ് ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ ബിസിനസ് എങ്ങനെയാണ് പ്രോപ്പർലി ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണ്, ഞാൻ ഈ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് മേ ബി നമുക്കറിയാൻ പറ്റും, പ്രോസസ്സ് എന്താണ്, ആ സിസ്റ്റം ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണ് നമുക്കറിയാൻ പറ്റും. പക്ഷെ അവരുടെ അടുത്ത് പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് വേറെ ആയിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന രജിസ്റ്റർ പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ആ സ്പ്രെഡ്ഷീറ്റ് പ്രോപ്പർ അല്ല എന്നായിരിക്കും നമ്മൾ അവരുടെ അടുത്ത് പറയുക. ഏത് ബിസിനസ് ആണെങ്കിലും, ഇപ്പോൾ ലെഗസി ഫേംസ് ആവട്ടെ, സ്റ്റാർട്ടപ്സ് ആവട്ടെ, ഹൗ വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ലേമാൻ ഓർ എ മാനേജ്മെൻറ്റ് ഓർ എ സ്റ്റേക്ക് ഹോൾഡർ, അതേ ഉള്ളൂ. അത് നമുക്ക് പ്രോപ്പർലി ക്ലീൻ ആയിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഒബ്വിയസ്ലി വി ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. അതിന് ഒരു ഡൗട്ടും ഇല്ല. ഇതിപ്പോൾ കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? ഇറ്റ് ടേക്സ് ടൈം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഹൗ ഫാസ്റ്റ് ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് പുള്ളിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ സക്സസ്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാറുണ്ട് എന്ന് തന്നെയാണ്. മേ ബി എൻ്റെ ട്രാക്ക് റെക്കോർഡും അങ്ങനെയായിരിക്കാം. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ് സോ ഫാർ. അത് പറ്റും. പഴയ കാലത്തൊരു ജോക്കുണ്ട്, ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വരം വേണം എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റയൊക്കെ വെച്ചിട്ട് എനിക്ക് ഇതിന് ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു എനിക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ നിഖിൽ അതേപോലെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ആയിരിക്കണം തുടങ്ങേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം അത് പ്രോസസ്സാണ് കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം അത് അവസാനിപ്പിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് അത് കസ്റ്റമറുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണത് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഇനി ഇൻറ്റേർണൽ പ്രോസസ്സ് ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലായത് കൊണ്ട് ഇത് കോൺക്രീറ്റ് ആയിട്ട് ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ? ഓഡിറ്റിന് ഒരു പ്രോപ്പർ SOP ഇൻ ജനറൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഫോർ ഇൻസ്റ്റൻസ്, എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എനിക്കൊരു മാനുഫാക്ചറിങ്, എനിക്കൊരു സർവീസ് സെക്ടർ, ഓരോ കമ്പനിക്കും അതിൻ്റേതായ പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എനിക്കൊരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് എന്താണോ ഞാൻ ചെയ്യുന്നത്, അതുപോലെ എനിക്കൊരു ബാങ്ക് അല്ലെങ്കിൽ എനിക്കൊരു മാനുഫാക്ചറിങ് കൺസേൺ എനിക്ക് ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്.
ബൈ ഡിഫോൾട്ടായിട്ട് ഇന്ന സാധനങ്ങൾ വേണം എന്ന് എനിക്ക് പറയാം. പക്ഷേ അതിനകത്ത് എൻ്റെ സ്കെയിൽ ഓഫ് ബിസിനസ് എന്താണ്, എത്ര റിസോഴ്സ് ഉണ്ട്, എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പ്രോസസ് ഓണേഴ്സ് എന്താണ്, ഇതെല്ലാം ആ എൻറ്റയർ ഇൻഡസ്ട്രി ആ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാതെ എനിക്കൊരു പ്രോസസ് SOP ബൈ ഡിഫോൾട്ടായിട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഹൗ ഫാർ ഐ അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് എന്നതാണ് കീ. അത് വെച്ചിട്ട് അവരുടെ ലിമിറ്റേഷൻ എന്താണ്, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളത് ഇറ്റ് വേരീസ് ഫ്രം കമ്പനി ടു കമ്പനി എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് എനിക്കൊരു കോൺക്രീറ്റ് ആയിട്ട് ഇന്ന ചെയ്തു പോകണം എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. ഇപ്പോൾ IT-യുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ഈ ഓഡിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്മോർട്ടം അല്ല. അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം പോയിട്ട് എന്ത് നടന്നു, എന്ത് സംഭവിച്ചു എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതല്ല, ആ പോസ്റ്റ്മോർട്ടം അല്ല ഓഡിറ്റ് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഓഡിറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ കോൺഫിഗറേഷൻ ലെവൽ. എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺഫിഗറേഷൻ തെറ്റാണെങ്കിൽ ഓഡിറ്റും തെറ്റും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ റൈറ്റ് ഫ്രം കോൺഫിഗറേഷൻ ലെവൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ ഇൻറ്റേർണൽ ഓഡിറ്റിലുണ്ടോ? വെരി മച്ച് ഉണ്ട്. അത് എനിക്ക് എന്താണ് എൻ്റെ ഡെലിവറബിൾ വേണം എന്നുള്ളത് മേ ബി പുതിയൊരു സിസ്റ്റം സെറ്റ് ചെയ്യാനായിട്ട് മേ ബി ഒരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി ഒരു ഇൻസ്റ്റൻസ് എടുക്കാം. അവർക്ക് ഇന്നൊരു ഔട്ട്പുട്ട് വേണം എന്നുണ്ടെങ്കിൽ ഐ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി റൂട്ട് ഇറ്റ് സെൽഫ്. എങ്കിൽ മാത്രമേ, അല്ലാതെ നമ്മൾ ഇത് വേണം എന്ന് വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഉള്ള ഗ്യാപ്പ് മിറ്റിക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഫ്രം ദ വെരി ബേസിക് റൂട്ട്സ് നമുക്ക് എന്താണോ വേണ്ടത് അവിടെ മുതൽ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഫുൾ സിസ്റ്റം എനിക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു നല്ലൊരു ഡെലിവറബിൾ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. എൻഡിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡർ ആണെങ്കിൽ ഞാൻ സാധനം വാങ്ങി വിറ്റു, അതിന് അക്കൗണ്ട് ചെയ്തു. മാനുഫാക്ചറിങ് ആണെങ്കിൽ ഞാൻ റോ മെറ്റീരിയൽസ് വാങ്ങി മാനുഫാക്ചർ ചെയ്തു, അത് വിറ്റു, കാശാക്കി. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ പ്രോസസ്സും കൺട്രോൾ എന്നൊക്കെ പറയുന്നത് ഈ ഒത്തിരി അൺഓർഗനൈസ്ഡ് സെക്ടർ വരെ അവരുടേതായിട്ടുള്ളൊരു പ്രോസസ്സും കൺട്രോളും വെച്ചിട്ട് അവരുടെ ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ എന്തിനാണ് ഈ പ്രോസസ്സും കൺട്രോളും? അൺഓർഗനൈസ് സെക്ടറിനകത്ത് ദേ നോ ഹൗ ടു ഡു എ ബിസിനസ്. അവർ സക്സസ്ഫുൾ ആണ്, ഇല്ല എന്ന് പറയുന്നില്ല. ഓർഗനൈസ് സെക്ടറിനകത്തും ദേ നോ ഹൗ ടു ഡു എ ബിസിനസ്. പക്ഷെ ഞാൻ പറയുന്നത് ദേ ഓൾവേസ് ഹാവ് എ ലിമിറ്റേഷൻ. എത്ര സ്കെയിലപ്പ് ചെയ്യണം? മേ ബി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അൺഓർഗനൈസ് സെക്ടർ ഫോർ ഇൻസ്റ്റൻസ് അഗെയിൻ അവർക്ക് അവരുടെ എത്രമാത്രം സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളൊരു നോളജ് അവർക്കില്ല. മേ ബി ആ പ്രോസസ്സ് എനിക്ക് എന്താണോ ഗ്യാപ്പ് അത് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റിയാൽ, എന്താണോ കൺട്രോൾ ഫ്ലോ അതെനിക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റിയാൽ അവരുടെ ഇപ്പോഴത്തെ ടേൺ ഓവർ, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി എല്ലാം ഡബിൾ ട്രിപ്പിൾ ആകാൻ പറ്റും. പക്ഷേ അത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ദി ഓർഗനൈസ് സെക്ടർ, ടെക്നോ പാർക്കിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ആവട്ടെ, ദേ ഹാവ് എ സിസ്റ്റം ബട്ട് ദേ ഓൾസോ നോ ദേ ഹാവ് ടു ഗ്രോ ബിഗർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് ആ ഒരു ഇൻസ്റ്റാൾഡ് ആണ് അവരുടെ മൈൻഡിൽ. അതുകൊണ്ടാണ് അവർ ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് ഇനിയും ബെറ്റർ ആക്കണം എന്ന് ഇന്റേണൽ ഓഡിറ്റ് വയ്ക്കാൻ ഓർഗനൈസ് സെക്ടർ ശ്രമിക്കുന്നതും അൺഓർഗനൈസ് സെക്ടർ വയ്ക്കാൻ ശ്രമിക്കാത്തതും. ആർക്കാണെങ്കിലും സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ അതേ സ്കെയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു അഡാപ്റ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് us. എന്നിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. വി ക്യാൻ ഗ്രോ ബിഗർ. ഈ നമ്മൾ ഇൻറ്റേർണൽ പ്രോസസ്സിനെ പറ്റി പ്രോസസ്സ് സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ ഈ കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺവിൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യേണ്ടത് CAയുടെ ആവശ്യമല്ല. ആ കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് അയാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം അയാളുടെ ബിസിനസ്സിന് നല്ല സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻറ്റേർണൽ പ്രോസസ്സ് വേണം എന്നുള്ളതിന് കൺവിൻസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ചെക്ക് ലിസ്റ്റ് നിഖിലിൻ്റെ അടുത്തുണ്ടോ? അല്ല അത് കേസ് ടു കേസ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണോ പതിവ്? എന്താണ് എന്നിൽ നിന്നുള്ള ഡെലിവറബിൾ എന്താണ് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഇൻ കേസ് ഈ ഒരു പെർട്ടിക്കുലർ ഒരു ഇഷ്യൂ ഉണ്ട് ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ, ആ ഇഷ്യൂ ക്ലിയർ ആക്കിയാൽ എന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മാത്രം മതി. അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണെന്ന് ഓട്ടോമാറ്റിക്കലി ആ ഷ്രൂഡ് ബിസിനസ് മാൻ ആണെങ്കിൽ ദേ ഡെഫിനറ്റ്ലി ക്യാപ്ചർ വാട്ട് ഈസ് ഹാപ്പനിങ് റോങ് എന്നുള്ളത്. പക്ഷെ എങ്ങനെ ശരിയാക്കണം എന്നുള്ള കാര്യം അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊരു നല്ലൊരു ബിസിനസ് ഓണറിനും എന്തോ ഇഷ്യൂ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതെങ്ങനെ ശരിയാക്കണം എന്നുള്ള കാര്യമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരണം എന്ന ആഗ്രഹമുണ്ട്. ഇത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ് മാനും വരും, അത് മനസ്സിലാവുകയും ചെയ്യും. അത് എന്തിനാണ് ഇത്രയും കോസ്റ്റ് ഇൻകർ ആകുന്നത്, അത് ശരിയാക്കിയതുകൊണ്ട് ഉപയോഗമുണ്ടോ എന്ന് കാഴ്ചപ്പാടുള്ള ഒരു ബിസിനസ് മാൻ പുള്ളി ഗ്രോ ചെയ്യത്തില്ല. അത് ആറ്റിറ്റ്യൂഡിൻ്റെ ഇഷ്യൂ ആണ്. പക്ഷേ വി ക്യാൻ ഡെഫിനറ്റ്ലി ഓവർ എ ടേബിൾ ഇരുന്ന് സംസാരിച്ച് ഇതൊക്കെയാണ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവർക്ക് എല്ലാവർക്കും വളരണം, എല്ലാവർക്കും നന്നാവണം എന്ന് മനോഭാവമുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് അവർ വളരുകയും ചെയ്യും, ഉറപ്പായിട്ട് ആ മാറ്റം കാണുകയും ചെയ്യും. ഒരു ചോദ്യം, അത് ചിലപ്പോൾ ഒരു സെൻസിറ്റീവായ ക്വസ്റ്റ്യൻ ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പോളിസി മേക്കേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് ആണെങ്കിലും ശരി, ഒരു പ്രോസസ്സ് ആണെങ്കിലും ശരി, വേറൊരു ഓട്ടോമേഷൻ ആണെങ്കിലും ശരി, ഇതിനൊക്കെ ഒരു പോളിസി മേക്കേഴ്സ് ഉണ്ടാവും, ഇതിങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ നിഖിൽ 15-20 കൊല്ലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിഖിലിന് ഒരു പക്ഷേ ഒരു പോളിസി മേക്കർ ആക്കിയിട്ടുണ്ടെങ്കിൽ നിഖിൽ ചെയ്യുന്ന ആദ്യത്തെ 2 കാര്യങ്ങൾ എന്തായിരിക്കും? പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഏതിലായിരിക്കുമെന്ന്. അല്ല, നമ്മൾ 20 കൊല്ലം ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ എവിടെയൊക്കെയാണ് ഫ്ലോസ്, ഈ എന്തുമാതിരി പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സെറ്ററേറ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാൻഡേറ്ററി ആക്കും. അങ്ങനെ എന്തെങ്കിലും മിസ് ചെയ്യുന്നതായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മൾ ഒരു പോളിസി മേക്കർ ആണെങ്കിൽ ഇതും കൂടി കൊണ്ടുവരാമായിരുന്നു. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു മീഡിയം ടു ലാർജ് ഓർഗനൈസേഷനിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ അതൊരു വലിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് സെറ്ററേറ്റ് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും. കാരണം മാനേജ്മെൻറ്റ്, ഒരു ഇൻസ്റ്റൻസ് പറയാം, മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ബോർഡ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം മാനേജ്മെൻറ്റ് ആ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനോട് കൺഫേം ചെയ്യും, ആ ഡിപ്പാർട്ട്മെൻറ്റ് IT ടീമിനോട് പറയും. പക്ഷേ മാനേജ്മെൻറ്റ് എന്ത് മനസ്സിലാക്കി, ഈ പെർട്ടിക്കുലർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ അത് ലീഗലിനുള്ള കംപ്ലയിൻസ് കൺഫർമേഷൻ വാങ്ങിച്ചിട്ടുണ്ടോ, HR എത്ര ആൾക്കാർ എടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല, സിൻക്രണൈസ് ചെയ്യാറില്ല. ആ സിൻക്രണൈസേഷൻ തന്നെയാണ് ഒരു പ്രോപ്പർ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും തളരാനും ഉള്ള മെയിൻ കാരണം. അതിന് എന്തെങ്കിലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലോസ് നമുക്ക് മാറ്റാൻ പറ്റും. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട് ഓണസ്റ്റ്ലി. അത് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ബേസിക്കലി കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ അത് എനിക്ക് മനസ്സിലായി. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, ഞാൻ അത് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അത് കേൾക്കുന്നവൻ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി. അതെ, അപ്പൊ ഇവിടെയാണ് ഒരു വലിയ ഗ്യാപ്പ് വരുന്നുണ്ട്. ഒത്തിരി സ്ഥലത്ത് അത് വരുന്നുണ്ട്. ഇപ്പൊ അത് ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും, ഞാനൊരു പ്രോഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മാനേജ്മെൻറ്റ് കോർപ്പറേറ്റ് റീസ്ട്രക്ചർ ആണെങ്കിൽ, ആ കോർപ്പറേറ്റ് റീസ്ട്രക്ചർ ഒരു കമ്പനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്കകത്തുള്ള ഇൻറ്റേർണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം പ്രോപ്പർലി സിൻക്രണൈസ്ഡ് ആണെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോർഡ് എടുക്കുന്ന ഡിസിഷൻ മാത്രം പോരാ. അത് തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്, ഇത്രയും വലിയ ഡിസിഷൻസ് എടുക്കുന്നത് 90% ബോർഡും ഫിനാൻസും ലീഗലും കൊണ്ട് ചുരുങ്ങുകയാണ്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കമ്മ്യൂണിക്കേഷൻ പോകുന്നില്ല. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഒരു ബാങ്കിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബോർഡും പ്രോഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷനും മാത്രം പോകും, അത് ഫിനാൻസിലോട്ടോ ലീഗലിലോട്ടോ വരുന്നില്ല. അതുകൊണ്ട് മാത്രം ഫെയിലുവർ ആകുന്ന ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അത് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമുക്ക് പോകാം. മേ ബി നമുക്ക് തോന്നും ഇതൊന്നും ഇല്ല എന്ന് തോന്നും, പക്ഷേ ഭയങ്കരമായിട്ടും ഒത്തിരി ഇഷ്യൂസ് ജനറേറ്റ് ചെയ്യുന്നതും സോൾവ് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് തോന്നിയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് എന്നുള്ള കാര്യം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ വാൾസ് എന്ന് പറയാം നമുക്കതിന്. അപ്പോൾ ഈ ഇൻ്റർ ഡിപ്പാർട്ട്മെൻ്റൽ വാൾസ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഗോള് വിൽ ബി ഡെമോക്രറ്റൈസ്ഡ്, എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരിത്. അപ്പോൾ നിഖിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഇവർക്ക് വേണം എന്നുള്ളത് പറഞ്ഞിട്ട് അത് കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്യാറുണ്ടോ? അതിനകത്ത് നമുക്ക് എല്ലാ ഇൻഫർമേഷനും സെൻസിറ്റീവ് ആയിരിക്കാം. പല ഇൻഫർമേഷൻസ് ലെയർ ബൈ ലെയർ പോകാൻ പാടില്ല. ബോർഡ്, ടോപ്പ് ടയർ മാനേജ്മെൻറ്റ് അങ്ങനെയുണ്ട്. അപ്പം ഏതുണ്ടെങ്കിലും എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, മേ ബി CFO, CEO, CCO, CXO അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് അവരറിയേണ്ട ഇൻഫർമേഷൻസ് ഉണ്ട്. അവരുടെ സൈൻ ഓൺ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡിപ്പെൻഡിങ് ഓൺ ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് സ്കെയിൽ ഓഫ് ദി പെർട്ടിക്കുലർ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യാവൂ എന്ന് നമ്മളിതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഇല്ലാണ്ട് പോകത്തില്ല. അത് ഉറപ്പായിട്ട് നമുക്ക് സൈൻ ഓൺ വെച്ച് വാങ്ങിക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം മതി. അത് കുറച്ച് സ്കെയിൽ ഫാക്ടേഴ്സ് കൊടുക്കുക, മെട്രിക്സ് കൊടുക്കുക. ഇതിന് വലുതാണെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരുടെ സൈൻ ഓൺ അപ്രൂവൽ വേണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനത്തെ ഹാവ് ടു ചേഞ്ച് ഒരുപാട് മെട്രിക്സ്. ഇറ്റ് ഡിപ്പെൻസ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്തിട്ടുമുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. ആദ്യം റിലക്റ്റൻസ് ഉണ്ട്, എവിടെ നിന്നാണെങ്കിലും റിലക്റ്റൻസ് ഉണ്ട്. ബട്ട് വെൻ വി ആർ ഏബിൾ ടു കൺവിൻസ് ദം,
വാട്ട് ഈസ് ഹാപ്പനിങ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആദ്യം ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട് നമ്മുടെ സൈഡിലേക്ക് വന്ന് എന്താണെന്ന് ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ട് നമ്മുടെ കൂടെ നിന്ന് അവർ വർക്ക് ചെയ്തെടുക്കും. നിഖിലിന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചോട്ടെ. നിഖിലാണോ വീട്ടിലെ ആദ്യത്തെ CA? അല്ല, അച്ഛൻ CA ആണ്. ഫാമിലി വൈസ് നോക്കിയാൽ അച്ഛൻ CA ആണ്, ഞാൻ, എൻ്റെ ബ്രദർ CA ആണ്, വൈഫും CA ആണ്. മക്കളെ CA ആക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല, ഞാൻ പുഷ് ചെയ്യാൻ ആസ് ഓഫ് നൗ എനിക്ക് അങ്ങനെ പുഷ് ചെയ്യാൻ താല്പര്യമില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഗോയിങ് ഫോർവേഡ് എന്താണെന്ന് ഉള്ള കാര്യം. പുഷ് ചെയ്തുകൊണ്ട് CA ആക്കിയിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് കം ഔട്ട് ഓഫ് പാഷൻ. എന്താണോ താല്പര്യം അതിലേക്ക് പോട്ടെ എന്നേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ. പാഷൻ എന്ന് വരുമ്പോൾ എനിക്ക് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ വീട്ടിൽ 3-4 പേര് CAs ആണ്. പക്ഷേ ഈ പല ആൾക്കാരും ഇപ്പം നമ്മുടെ തന്നെ കൂടെ പഠിച്ചവരോ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഇപ്പോൾ CA ഞാൻ കംപ്ലീറ്റ് ചെയ്ത് CA ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിന് എൻഡായി എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ തന്നെ നിർത്തും. പക്ഷേ ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻ്റാണ് ഈ കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു CA കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ കമ്പനി സെക്രട്ടറിഷിപ്പിലേക്ക് എത്തിപ്പെട്ടത്? ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യുന്നത്, ഒരു ലേമാൻ അനലൈസ് ചെയ്യുന്നത്, ഒരു CA അനലൈസ് ചെയ്യുന്നത്, ഒരു കമ്പനി സെക്രട്ടറി അനലൈസ് ചെയ്യുന്നത്, ഓരോന്നും ഓരോ രീതിയിലാണ് അനലൈസ് ചെയ്യുന്നത്. ആസ് എ ലേമാൻ ഐ നോ ഹൗ ടു അനലൈസ്. വെൻ CA ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വി ഡ്രിൽ ഡൗൺ ഫെർദർ. ഞാൻ COP ഹോൾഡ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടാണ്. ഒരു പ്രോബ്ലം കിട്ടിയാൽ അത് റൂട്ട് വരെ ഡ്രിൽ ഡൗൺ ചെയ്യും. ബട്ട് ഹാവിങ് എ CS ക്വാളിഫിക്കേഷൻ, അതിൻ്റെ ഒരു അനാലിസിസ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ ലീഗൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ബ്രോഡർ ആസ്പെക്റ്റിലാണ് നോക്കും. സോ ബ്ലെൻഡ് ഓഫ് ദിസ് കമ്പനി സെക്രട്ടറി ആൻഡ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹെൽപ്പ് മീ ഗെറ്റ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ദ സെയിം പ്രോബ്ലം. ഒരു നോർമൽ CAയും CSും എന്തൊക്കെ നോക്കും എന്നുള്ള രീതിയിലും കൂടെ, അതായത് പോളിസി ഡിസിഷൻ മേക്കിംഗ് മുതൽ ഇംപ്ലിമെൻറ്റേഷൻ എനിക്ക് വരുന്ന ഔട്ട്പുട്ട് കറക്റ്റ് ആണോ ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ബോട്ടം ടു ടോപ്പ്, ആ ഹോൾ തിങ് അനലൈസ് ചെയ്യാനുള്ള പേഴ്സണലി എനിക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ലീഗൽ ഡ്രാഫ്റ്റിംഗ് എവറിത്തിങ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ആൻ വാല്യൂ ആഡ് ഓൺ, വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് വാല്യൂ ആഡ് ഓൺ ആണ്. ഈവൻ എൻ്റെ പോർട്ട്ഫോളിയോയിലാണെങ്കിൽ പോലും ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ DPDP ആക്ട് ആവട്ടെ, ന്യൂ ലേബർ കോഡ് ആയിക്കോട്ടെ, മേ ബി IPO മെയിൻ ബോർഡ് ലിസ്റ്റിങ്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാം നിഷ ഏരിയാസിനൊക്കെ ഈ മൾട്ടി ഡിസിപ്ലിനറി ക്വാളിഫിക്കേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മൾട്ടി ഡിസിപ്ലിനറി ക്വാളിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ ഇങ്ങനൊരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ ഏതെങ്കിലും ഒരു പോയിന്റ് ട്രിഗർ ചെയ്യണ്ടേ? അത് ഇവിടെ നിന്നായിരുന്നു എന്നാണ് ചോദിച്ചത്. 12th കൊമേഴ്സ് കഴിഞ്ഞിട്ട് വി വെൻറ്റ് ഫോർ, ഞാനും എൻ്റെ ഒരു 5 ഫ്രണ്ട്സ് വി വെൻറ്റ് ഫോർ BCom ഇൻ കോളേജ്. ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കുമാണ് CPT ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ വി കെയിം ഫോർ CA, ഡിസ്കണ്ടിന്യൂ ചെയ്തു. ദെൻ നമ്മൾ BCom കൺവേർട്ട് ചെയ്തിട്ട് CPTക്ക് ജോയിൻ ചെയ്ത് വന്നു. CPTക്ക് ജോയിൻ ചെയ്ത് വന്നിട്ട് വി ഓൾ രജിസ്റ്റേർഡ് ഫോർ CPT ആൻഡ് ദെൻ CPT ക്ലിയർ ചെയ്തു. ഇൻ്ററും അറ്റേഗോ ക്ലിയർ ചെയ്തു. ആക്ച്വലി അറ്റേഗോ ക്ലിയർ ചെയ്തപ്പോഴത്തേക്കും വി തോട്ട് വൈ ഡോണ്ട് വി ഗോ ഫോർ CS ഓൾസോ. കാരണം എന്താണെങ്കിലും പഠിക്കുന്നത് ഓൾമോസ്റ്റ് സെയിം തിങ് ആണ് പഠിക്കുന്നത്. CS പഠിച്ചു കഴിഞ്ഞാൽ കമ്പനി ലോയിൽ കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ മൈലേജ് കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ CSും കൂടെ നമ്മൾ ചെയ്തത്. ആ 5 പേരിൽ 4 പേരും ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി, ഒരാൾ ACCA ആണ്. അച്ഛനും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നല്ലോ. അതെ. ഈ അച്ഛൻ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അച്ഛൻ നിഖിലിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ പ്രൊഫഷൻ ബിൽഡ് ചെയ്യാനായിട്ട്? ആർട്ടിക്കിൾഷിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ എനിക്ക് 3.5 years ആയിരുന്നു എൻ്റെ ആർട്ടിക്കിൾഷിപ്പ്. ആദ്യത്തെ 3.5 years ആസ് ഐ സെഡ് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഹാപ്പി, പ്ലേഫുൾ എന്ന മൂഡിലാണ്. ഹി വാസ് ദി മെൻറ്റർ ടു ഓൾ ഓഫ് എസ്. എന്തുണ്ടെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും പോയി ഹെൽപ്പ് ചെയ്യാം, ആ ഒരു മൂഡായിരുന്നു. അപ്പം നമ്മൾ അറിയാതെ തന്നെ എല്ലാവരുടെ അടുത്തും, അപ്പം ആദ്യം വർക്ക് ചെയ്യുന്ന ഒരാൾ അതിനുശേഷം വർക്ക് ചെയ്യുകയും വേണം, 2 പേരെ മോണിറ്റർ ചെയ്യുകയും വേണം. ദെൻ വൺസ് ബിക്കം സീനിയർ ഓഡിറ്റ് എക്സിക്യൂട്ടീവ്, വർക്ക് മോണിറ്റർ ചെയ്യണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ താല്പര്യം പുള്ളി ക്രിയേറ്റ് ചെയ്യുകയും പുള്ളി തന്നെയാണ് ആ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടുവന്ന് ലാർജർ ക്ലയൻസിനെ കൊണ്ടുവന്നു. വെരി ഓണസ്റ്റ്ലി പാഷൻ കുറച്ചും കൂടെ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഇൻറ്റേർണൽ ഓഡിറ്റിലേക്ക് തിരിയാൻ തന്നെ കാരണം. ഓക്കെ, അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് അതിലുണ്ടെന്നാണ് തീർച്ചയായും പറഞ്ഞത്. ഓക്കെ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് വർക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരും, നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിറ്റക്റ്റീവ്സൊക്കെ ഉണ്ടല്ലോ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറൊക്കെ
ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും, ഏത് ഡയറക്ഷനിലാണ് പോകാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ഈ പ്രാക്ടിക്കൽ ലൈഫിൽ അതിനൊക്കെ സാധ്യത ജാസ്തിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിഖിൽ ആദ്യമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കിട്ടാൻ ആരുടെ ഗൈഡൻസാണ് സീക്ക് ചെയ്യുക? പാർട്ണർഷിപ്പ് ഫേമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ മാത്രം 5 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. സോ ഒബ്വിയസ്ലി എവിടെയെങ്കിലും ഒരു ടംബിൾ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യും, അറ്റ് ടൈംസ് ഹിറ്റ് ചെയ്യും. എൻ്റെ ബാക്കി പാർട്ട്നേഴ്സ് എന്തുണ്ടെങ്കിലും അവരുടെ ഐഡിയാസ് ഡെഫിനറ്റ്ലി വിത്തൗട്ട് ഹെസിറ്റേഷൻ പൂൾ ചെയ്യും. അവരുടെ ടൈം, എഫേർട്സ് എന്താണെന്ന് വെച്ചാലും ഓരോ ആൾക്കാർ ഓരോ എക്സ്പെർട്ടീസ് ഉണ്ട്. ഓഡിറ്റിലുണ്ട്, ടാക്സിലുണ്ട്, GSTയിലുണ്ട്. ഓരോ ആൾക്കാർക്കും അവരുടേതായ എക്സ്പെർട്ടീസ് ഉണ്ട്. ഞാൻ ഏതെങ്കിലും റൂട്ട് ബ്ലോക്ക് ഹിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഫോൾ ഫോർ ദം. അവരെന്നെ വന്ന് ഹെൽപ്പ് ചെയ്തിരിക്കും, നോ ഡൗട്ട്. എനിക്ക് എപ്പോഴും ഇതുവരെ അങ്ങനെ തന്നെയാണ്. അതിന് മാറ്റവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു അവാർഡ് എന്ന് പറയാം. ലാസ്റ്റ് ഇയർ തിരുവനന്തപുരം ബ്രാഞ്ചിൻ്റെ ചെയർമാനായിരുന്ന കാലഘട്ടം. അപ്പോൾ ഇതിനു മുമ്പും തിരുവനന്തപുരം ബ്രാഞ്ച് പല കാരണങ്ങൾക്കും ഇപ്പോൾ ഒരു പേര് കേട്ട ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇതിനു മുമ്പ് ഒരു CAനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞു, 31-ാം തീയതി ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ് കഴിഞ്ഞ ശേഷം 1-ാം തീയതി റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യയിലെ ബ്രാഞ്ച്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ചോദിച്ചെന്ന്, ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു വന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇത് ഇന്ത്യയിൽ തന്നെ ഒരു ബെസ്റ്റ് ബ്രാഞ്ച് എന്നുള്ള ഒരു റെക്കഗ്നിഷൻ കിട്ടുകയും ചെയ്തു. അത് നിഖിലിൻ്റെ ടെന്യൂർ സമയത്ത്. അപ്പോൾ അതെന്തായാലും പേഴ്സണലായിട്ട് ചോദിച്ചാൽ നിഖിൽ വിൽ ഓൾസോ എഗ്രി. ഒരാളുടെ എഫേർട്ട് ആയിരിക്കില്ല, ഇതിൽ പല ആൾക്കാരുടെ എഫേർട്ട് ആയിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിഖിലിൻ്റെ റോള് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു കാഠിന്യം ഉള്ള ഒരു കാര്യമാണത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ നിഖിൽ ഇത് മാനേജ് ചെയ്തെടുത്തത്? ഓഡിറ്റ് ചെയ്യുന്നത് പോലെ അല്ല അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്നത്. അത് രണ്ട് തട്ടിലുള്ള ഐറ്റംസാണ്. എന്നിരുന്നാലും ബൈ ഡിഫോൾട്ട് ഏത് വർക്ക്, ഓഡിറ്റ് ആണെങ്കിലും ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ആണെങ്കിലും ഓരോ ഡെലിവറബിൾ അതാത് സമയത്ത് കൊടുക്കണം എന്നുള്ളതുണ്ട്. സോ ഞാൻ മനസ്സിലാക്കിയത് ഏത് സാധനം, ഓഡിറ്റ് ആവട്ടെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ആവട്ടെ, ഒരു ടീം വർക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ ഡെലിവറബിൾ കൊടുക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമല്ല, അത് ആ ഹോൾ ടീമിൻ്റെ ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്നും അവിടെ നിന്നും പുഷ് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടേയിരിക്കും. അതാ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഓഡിറ്റ് പോലെ തന്നെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കേസ്. അതെനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും. 1 തിങ്. 2nd തിങ്, ഞാനൊരു സിസ്റ്റത്തിലേക്കാണ് വന്നത്. ഞാനിതിൻ്റെ 2nd ടെന്യൂറാണ് ഇപ്പോൾ ഉള്ളത്. 2nd ടെന്യൂറിൽ ഫസ്റ്റ് ഇയറിലാണ് ചെയർമാൻ ആയത്. ഇതിന് മുമ്പും എനിക്ക് ചെയർമാൻഷിപ്പ് ഉണ്ടായിരുന്നു. ചെയർമാൻഷിപ്പ് ഇൻ ദ സെൻസ് ഞാൻ വർക്ക് ചെയ്ത ടൈമിലുള്ള ആൾക്കാർ, അവരുടെ ഇൻഫ്ലുവൻസും എനിക്ക് നന്നായിട്ടുണ്ട്. ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ ബ്രില്യൻ്റ് ആണ്. അതെല്ലാം നമുക്ക് ഇംബൈബ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് അത് എങ്ങനെയാണോ അവർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പോസിറ്റീവ്സ് എടുക്കാൻ പറ്റിയാൽ അതൊരു ടീം വർക്കാണ്, എൻറ്റയർലി ഒരു ടീം വർക്കാണ്. ആ ടീം വർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് പ്രൂവണാണ്. മാത്രമല്ല, ബെസ്റ്റ് ബ്രാഞ്ചിൻ്റെ കാര്യം പറഞ്ഞു, CPE മാത്രമല്ല, എനിക്ക് മെൻ്റലി ഒത്തിരി സന്തോഷം കിട്ടിയ പ്രോജക്ട്സ് നമ്മൾ ആ ടെന്യൂറിൽ ചെയ്തിട്ടുണ്ട്. ഇൻ ദ സെൻസ് നമ്മളൊരു ട്രൈബൽ വില്ലേജിൽ എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഓണററി ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് അക്കൗണ്ടിങ് സ്കിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുംബശ്രീ യൂണിറ്റ്സിന് വേണ്ടി നമ്മളൊരു എൻറ്റയർ ഡേ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഒരു എൻറ്റയർ ഓൾ ഇന്ത്യ കോൺഫറൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സം ഗോട്ട് ഈവൻ സെൻട്രൽ ഗവൺമെൻറ് റെക്കഗ്നിഷൻ ഓൾസോ. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയത് ആ ട്രൈബൽ വില്ലേജിലെ കുട്ടികൾക്ക് ബാഗ്, ഏകജാലക അധ്യാപകമാണ് അവിടെ ഉള്ളത്. ഒറ്റ ടീച്ചറേ ഉള്ളൂ. ഫ്രം LKG to 12th BCom ആണെങ്കിലും ഒറ്റ ടീച്ചറേ ഉള്ളൂ. പക്ഷെ ആ കുട്ടികൾക്ക് ആ ബാഗും ബുക്സും ഒക്കെ കൊടുക്കുമ്പം അവരുടെ കണ്ണൊക്കെ നിറയുക. അതൊരു ഭയങ്കര ഫീലിംഗ്. അവർക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയ ഒരു ഇൻസ്റ്റൻസ് എനിക്ക് അപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസിനോട് നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ തോന്നും ഇതല്ല ജീവിതം, വേറെ നമുക്ക് ഒത്തിരി ചെയ്യാനുണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യും. ഇനി വരുന്ന ജനറേഷനിൽ ഇപ്പോൾ എസ്പെഷ്യലി നിഖിലൊരു ടീച്ചർ മെൻ്ററൊക്കെയാണ് പുതിയ യങ്ങർ ജനറേഷന്. അപ്പോൾ അവർക്കൊക്കെ ഈ നിഖിലൊരു മാതൃകയാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഇവരും ഇത് കണ്ട് വളരുന്നവരാണ്. അപ്പോൾ അവർക്കും
ഫ്യൂച്ചറിൽ ഇതുപോലത്തെ തന്നെ പല കാര്യങ്ങളും പല ആളുകൾക്കും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി അവർക്കത് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിഖിലുമായിട്ട് കുറേ ദിവസങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ. നിഖിൽ ചെയർമാൻ അല്ലാതിരുന്ന സമയത്ത് വളരെ ഒരു ആക്റ്റീവായിട്ട് ആ ബ്രാഞ്ചിൻ്റെ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തോന്നിയിട്ടുണ്ട് ഇതും ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ആയിരിക്കാം, ഈ ചെയർമാൻഷിപ്പ് ആവുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഈസി ആക്കിയിട്ട് എടുക്കാനുള്ള അതിൻ്റെ ആ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. കാരണം വൺ വേ ഓർ ദി അതർ എന്താണേലും ആ ടെന്യൂർ കഴിയുമ്പോഴത്തേക്കും ചെയർമാൻഷിപ്പ് ആ ഒരു ഹൈറാർക്കിയിലേക്ക് വരും എന്നുള്ള കാര്യം അറിയായിരുന്നു. മോർ ദാൻ ദാറ്റ് എൻ്റെ അച്ഛനും പാസ്റ്റ് ചെയർമാൻ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഓവർ ടൈം ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഹൗ വി അഡാപ്റ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ടെന്യൂറിൽ 2 പ്രാവശ്യം സെക്രട്ടറി ആയിരുന്നു. സോ ഐ വാസ് മോർ ഓൺ ടു ദി എക്സിക്യൂട്ടറി റൂൾസ്. അപ്പോൾ ഒരു കാര്യം എങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഐഡിയ പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയാൻ പറ്റി. ആൻഡ് ഐ വാസ് മോർ ദാൻ ഹാപ്പി. ട്രഷറർ വർക്കും ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു വർഷം. അപ്പം how the financial discipline has to be installed here and how the groundworks has to be done. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പോഷർ എനിക്ക് തന്നിട്ടുണ്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് ഒത്തിരി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഒരു നെക്സ്റ്റ് ഇയർ ചെയർമാൻഷിപ്പ് ആകുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രോഗ്രാം ചെയ്യണം എന്നൊരു ചാർട്ടിങ്, ആ ഒരു സ്കെഡ്യൂൾ ഓൾറെഡി പ്ലാൻഡ്. ആ ഒരു 3 years കൊണ്ട് ഞാൻ എൻ്റെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്രിപ്പറേറ്ററി വർക്കും ഈവൻ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇന്ന മാസങ്ങളിൽ ഇന്ന പ്രോഗ്രാം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിഖിലിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ പല സമയത്തും നിഖിൽ ഇങ്ങനെ പറയാറുണ്ട്, അതായത് നമ്മൾ ചെയ്യുന്ന ഈ ജോലി അത് ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് കമ്പാരിസണോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വേറെ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചല്ല പറയുന്നത്. അതായത് ഒരു ടിപ്പിക്കലി ഒരു അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് എന്നതിലെല്ലാം ഉപരി മറ്റു പല കാര്യങ്ങളും നമ്മളൊരു വേറെ ഒരു കൺസൾട്ടൻസി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളത് പലതവണ നിഖിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അത് പറയാൻ പറ്റുമോ? എന്താണ് നിഖിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? നിഖിലിൻ്റെ ഉത്തരം ഇപ്പോൾ വരുന്ന യങ്ങർ ജനറേഷനും ചിലപ്പോൾ പ്രചോദനമായി എന്നിരിക്കും. അതായത് ഒരു ചെറിയൊരു അക്കൗണ്ടൻ്റ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം അവർക്കുണ്ടാവും ഈ ഉത്തരത്തിൽ നിന്നും. റൈറ്റ് നൗ AI ഈസ് എ കീ. എന്ത് ചോദിച്ചാലും AI എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി റണ്ണ് ചെയ്യാനായിട്ട് മേ ബി ദേ മൈറ്റ് ഹാവ് ഡിപ്ലോയിഡ് സം AI ഏജൻറ്റ്സ് സംതിങ്. അവർക്ക് അവരുടേതായ സോഫ്റ്റ്വെയർസ് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു മീഡിയം സ്കെയിൽ, സ്മോൾ മീഡിയം സ്കെയിൽ, ഹൈ ലാർജ് അല്ല ഞാൻ പറയുന്നത്. അവർക്ക് പലതും പല പ്ലാറ്റ്ഫോംസിൽ ഇരിക്കുന്നുണ്ട്. ഇത് യൂണിഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ എഗെയിൻ ബാക്ക് ടു സ്ക്വയർ വൺ. അക്കൗണ്ടിങ് അല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റിന് എപ്പോഴും മാനേജ്മെൻറ്റേതായിട്ടുള്ള കീ പോയിന്റ്സ് റിയൽ ടൈമിൽ ഡേറ്റ വേണം. അക്കൗണ്ടിങ് ഡേറ്റ മാത്രം പോലും. അക്കൗണ്ടിങ് ഡേറ്റ ഈസ് എ കീ. ലയൺ ഷെയർ അക്കൗണ്ടിങ് ഡേറ്റ വേണം, ഇല്ല എന്നല്ല. പക്ഷേ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേറെയും കുറേ കീ പോയിന്റ്സ് അല്ലെങ്കിൽ ട്രിഗർ പോയിന്റ്സ് ഉണ്ട്. അതെല്ലാം യൂണിഫൈ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ ആസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഞാൻ മാനേജ്മെൻറ്റാണ് അല്ലെങ്കിൽ ഞാനാണ് ആ എൻറ്റിറ്റിയുടെ ഓണർ എന്ന കോൺസെപ്റ്റിൽ ഞാൻ ചിന്തിച്ചാൽ എന്തൊക്കെ മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു ഓഡിറ്റർ നിലയിലാണെങ്കിലും ഞാൻ ആ കമ്പനിയുടെ ഓണറാണ്, എനിക്ക് എന്തൊക്കെ ഡേറ്റ വേണം എന്ന് ചിന്തിച്ചാൽ തന്നെ ഒത്തിരി ഇൻപുട്സ് എനിക്ക് കൊടുക്കാനും പറ്റും, ഒത്തിരി മാറ്റം കൊണ്ടുവരാനും പറ്റും. ഞാൻ എൻ്റെ ആർട്ടിക്കിൾസിനോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ കമ്പനിയുടെ ഓണർ ആണെങ്കിൽ ആ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എങ്കിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇൻപുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെലിവറബിൾ അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ടാവും. അങ്ങനെ അവർ കാണുകയും ചെയ്യും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി. ഈ അക്കാഡമിക്കിലല്ലാതെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസിലും നിഖിലിനെ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തിലാണ് ഇൻട്രസ്റ്റ്? അത് സ്പോർട്സ് ആണോ, അല്ല ആർട്സ് ആണോ, വേറെ എന്തെങ്കിലും ക്ലാസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീൽഡിലാണോ? ഏതിലാണ് താല്പര്യം കൂടുതൽ? ഞാൻ വയലിൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി എനിക്ക് സ്പോർട്സ് അത്ലറ്റിക്സ് ആണ് എനിക്ക് കൂടുതൽ താല്പര്യം. റീസെൻ്റ്ലി ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഫീൽഡ് പറയാൻ പറ്റുമോ? ടെന്നീസ് ഐ യൂസ് ടു പ്ലേ. ടെന്നീസ്. ഇപ്പൊ റീസെന്റ് ഇപ്പോഴത്തെ പിക്കിൾ ബോൾ സ്റ്റാർട്ടഡ് ടു ഗെയിൻ പോപ്പുലാരിറ്റി. അതുകൊണ്ട് എന്താണെന്ന് നോക്കാനായിട്ട് ഐ സ്റ്റാർട്ടഡ് പിക്കിൾ ബോൾ ഓൾസോ. ഇറ്റ് ഹാപ്പൻസ് മോസ്റ്റ് ടൈംസ് ഞാൻ എന്തെങ്കിലും എൻഗേജ് ചെയ്തിരിക്കാൻ അല്ലെങ്കിൽ ബോഡി ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വൺ ഡേ ഓർ ദി അതർ ഏതെങ്കിലും ഒരു സ്പോർട്ട് ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നോർമലി ഇറ്റ് ഹാപ്പൻസ്. ഭയങ്കരമായിട്ട് കളിക്കും എന്നൊന്നുമല്ല, ബട്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ നെറ്റ്വർക്കിംഗ് ഓൾസോ. പ്രൊഫഷണലി കൂടെ ലിങ്ക് ചെയ്ത് പറയാം.
ഒരു ഗെയിമിന് പോകുമ്പോഴത്തേക്കും നമുക്ക് തരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, മേ ബി ദ വൈബ്, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആ ഒരു ബോണ്ടിങ് ഒരുപാട് ഉപയോഗം ചെയ്യും. നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് ഫയൽ നോക്കുന്ന മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിഖിലിപ്പോൾ ഒരു 10-20 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണല്ലോ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു കമ്പനി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോവുകയാണ്, എന്താ പറയുക, ഒരു സ്റ്റിൽ സ്റ്റാൻഡ് സ്ട്രോങ് എന്ന് പറയുക, അത്രയും ഇനി അവർക്കൊരു തിരിച്ചുവരവ് ഇല്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി പോവുകയാണ്. പക്ഷേ ആ ഒരു പ്രോസസ്സിൽ നിഖിലിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ കമ്പനി റിയലൈസ് ചെയ്യുന്നില്ല എങ്കിൽ അതിൽ നിഖിലിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഒരു ലൈഫ് ഇൻസിഡൻറ്റ് പറയാം. ഒരു ഓഡിറ്റ് കമ്മിറ്റി പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ദർ വാസ് സം സീരിയസ് ഫ്ലോ, മേ ബി ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഗോയിങ് കൺസേൺ എഫക്റ്റ് ചെയ്യുന്ന ഫ്ലോസ് ഉണ്ട്, ഐഡൻറ്റിഫൈ ചെയ്തു. വി ഹാവ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഓൾസോ. സോ എൻ്റെ ഇനിഷ്യൽ ഫേസിലാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴല്ല, ഫണ്ട്. അപ്പം CA പാസ്സായി മേ ബി 5 years താഴെ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ഇറ്റ്സ് എ ബിഗ് MNC കമ്പനി. അപ്പോൾ ഒരു ഓഡിറ്റ് കമ്മിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഫുൾ ഡോക്യുമെൻറ്റ്, ആ പ്രസൻറ്റേഷൻ എല്ലാമായിട്ട് പോയി ചെല്ലുമ്പോഴത്തേക്കും മേ ബി എനിക്ക് ബ്ലഡ് റഷ് പറ്റുന്ന അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ട് ചെന്ന് പറയുമ്പോഴത്തേക്കും ഐ എക്സ്പെക്ട് ദ ബോർഡ് ടു സേ വെൽ ഡൺ, ജോബ് ഡൺ, വെരി ഗുഡ് എന്നൊരു അപ്രീസിയേഷൻ പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ട് ഇൻസ്റ്റൻസ്. സോ വി ഡിഡ് ഓൾ ദ പ്രസൻറ്റേഷൻസ് ആൻഡ് എവറിത്തിങ്. സോ ബോർഡ് മീഡിയ നോട്ട് ഓഫ് ഇറ്റ്, ഇതൊക്കെയാണ് ഇന്ന സാധനങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് അങ്ങനെ പുഷ് ചെയ്ത് ആ നിമിഷം മേ ബി ഇനിഷ്യൽ ടൈം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓവർ ദ പീരീഡ് ഐ കെയിം ടു നോ ഐ ആം എംപ്ലോയിഡ് ഓർ ഐ ആം അസൈൻ ദാറ്റ് പെർട്ടിക്കുലർ റോൾ ഫോർ ഐഡൻറ്റിഫൈങ് ദീസ് കൈൻഡ് ഓഫ് ഫ്ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ബെറ്റർ ആക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് എന്നെ എംപ്ലോയ് ചെയ്തത്. അവരുടെ അപ്രീസിയേഷൻ അല്ല, അവർക്ക് എന്നെ ട്രസ്റ്റാണ്, അതുകൊണ്ട് തന്നെയാണ് അവരെന്നെ എംപ്ലോയ് ചെയ്തതും ഈ ഫ്ലോ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണല്ലോ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു മെച്യൂരിറ്റി എന്ന് വന്നിട്ടുണ്ടോ, ഐ ബിലീവ് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മീ. എനിക്ക് അവരെന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഐ ആം ഗുഡ് ആൻഡ് ഫൈൻ. ഈ ഫ്ലോ കണ്ടുപിടിച്ചില്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്കാണ് എന്നൊരു മെച്യൂരിറ്റിയിലോട്ട് മാറി എന്നാണ് എൻ്റെ വിശ്വാസം. പണ്ടാണെങ്കിലും ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നൈസ്. നിഖിൽ, ഇനി ഒരു കൗതുകപരമായിട്ടുള്ള ഒരു 2-3 ചോദ്യങ്ങൾ, അതിൽ ഒറ്റ വാക്കിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഉത്തരം ഒന്ന് ഡെബിറ്റ് എന്നായിരിക്കണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്നായിരിക്കണം. ഉത്തരം യെസ് ആണെങ്കിൽ ഡെബിറ്റ്, നോ ആണെങ്കിൽ ക്രെഡിറ്റ്. ഇതാണ് ഇത്രയും ആൻസർ പറഞ്ഞത്. അത് എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: മെസ്സി ഡെസ്ക് ഉണ്ടാകുന്നത് ഒരു മെസ്സി മൈൻഡിൽ നിന്നാണ്. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്? ആക്ച്വലി ഒരു വാക്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഷുഡ് ടാലി, എങ്കിൽ മാത്രമേ ബാലൻസ് ഷീറ്റ് ടാലി ആവത്തുള്ളൂ. ഐ ഹാവ് സീൻ പ്രാക്ടിക്കലി, ലിറ്ററലി സ്പീക്കിംഗ് ഓൾസോ, ഐ ഹാവ് സീൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് വിത്ത് എ മെസ്സി ഡെസ്ക്, പക്ഷേ ദേ ആർ വെരി ബ്രില്യൻറ്റ്. I have seen startup chartered accountants who are very clean, just laptops. They're also brilliant. അതെനിക്കൊരു കമ്പാരിസൺ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ക്രെഡിറ്റ് എന്നെടുത്തോട്ടെ? ആവാം, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഡെഫിനറ്റ്ലി. ഒരു കമ്പനി എപ്പോഴും റെഡി ടു ഗോ IPO ആയിരിക്കണം. അവർ പോകുന്നില്ലയോ എന്നുള്ളത് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ്. ഈ ഇൻറ്റേർണൽ ഓഡിറ്റാണ് the most underrated job in the profession. Debit ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ്. സോ താങ്ക് യു നിഖിൽ. നമ്മൾ പലതരം പുറത്ത് അധികം സംസാരിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറയുടെ മുമ്പിൽ ഇത് ആദ്യമായിട്ടായിരുന്നു എന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇൻറ്റേർണൽ പ്രോസസ്സിനെയും ഓഡിറ്റിനെയും പ്രോസസ്സിനെയും ഒക്കെ പറ്റിയിട്ട് കുറേ നിഖിലിൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ നിഖിലിൻ്റെ പേഴ്സ്പെക്റ്റീവ്, ഒപ്പീനിയൻ എന്തൊക്കെയാണെന്നുള്ളതും ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് മെൻറ്റർഷിപ്പ് യങ്ങർ ജനറേഷന് പ്രചോദനമാകത്തക്ക രീതിയിൽ നിഖിൽ കുറേ ഇൻപുട്സ് നിഖിലിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിരുന്നു. അപ്പോൾ ഏതായാലും കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൽ നിന്നും ഇത്ര ദൂരം യാത്ര ചെയ്ത് ചെന്നൈയിലെത്തി ഇവിടെ നമ്മളുടെ കൂടെ സമയം ചിലവാക്കി ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിലും വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ നിഖിലിൻ്റെ സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ബിഹാഫ് ഓഫ് സോഹോ ആൻഡ് ദ എൻറ്റയർ ടീം വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ
ഇൻ്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ താങ്ക് യു വെരി താങ്ക് മച്ച്. യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൾസോ. നമസ്കാരം. താങ്ക് യു.